വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ ഒരു യൂട്യൂബ് സെക്ഷനിലേക്ക് സ്വാഗതം. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നോട്ടിഫിക്കേഷൻ വന്നു അല്ലെ? എല്ലാവരുടെയും പഠനം എല്ലാം നല്ല തകൃതിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു ഗവൺമെന്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ അത് അറ്റൻഡ് ചെയ്ത് പോയാൽ മാത്രം മതിയോ, അതോ ഈ പ്രാവശ്യം എനിക്കൊരു റാങ്കിലേക്ക് എത്തണം എന്നതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം. ഗവൺമെന്റ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ ജോലിയുടെ സ്വഭാവം അനുസരിച്ച് നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യണം. അതിന്റെ സിലബസിനെ മനസ്സിലാക്കിക്കൊണ്ട് പഠനം സ്റ്റാർട്ട് ചെയ്യണം. എന്തായാലും ആ സിലബസ് എന്ന് പറയുന്നത് ഒരു ജോലിയുടെ സ്വഭാവത്തിനനുസരിച്ച് അതിന്റെ സിലബസിലും മാറ്റങ്ങൾ ഉണ്ടാകും. ഈ മാറ്റങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന്റെ സിലബസ് മനസ്സിലാക്കി ആ സിലബസിനുള്ളിൽ നിന്നുകൊണ്ട് ഒരു പഠനത്തിന് മാത്രമേ നിങ്ങളെ റാങ്കിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു എക്സാമിന് 100 ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതെങ്കിൽ ഈ 100 ചോദ്യങ്ങൾ എവിടുന്ന് ചോദിക്കുന്നു, ഏറ്റവും ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ട മേഖല ഏതാണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ട ഏരിയ ഏതാണെന്നൊക്കെ അറിഞ്ഞു പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ജോലിയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ സിലബസ് എന്താണ്, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത് ഏത് ഏരിയകളിലാണ്, ഏറ്റവും കൂടുതൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് എവിടെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നതെന്ന് നമുക്ക് ഈ സിലബസിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഒന്ന് നോക്കിയ ശേഷം ഏതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടതിനെ കുറിച്ച് നമുക്ക് പറയാം കേട്ടോ. അപ്പൊ ആദ്യം നോക്കിക്കഴിഞ്ഞാൽ ചരിത്രം ഇവിടെ 5 മാർക്കിനാണ് ചോദിക്കുന്നത്. ചരിത്രം എത്ര മാർക്കിനാണ്? 5 മാർക്കിനാണ് ചരിത്രം വരുന്നത്. ഇനി ഇവിടെ ഭൂമിശാസ്ത്രം നോക്കിക്കഴിഞ്ഞാൽ അത് എത്ര മാർക്കിനാണ്? അതും 5 മാർക്കിനാണ് വരുന്നത്. ഇനി എക്കണോമിക്സ് നോക്കിക്കഴിഞ്ഞാൽ 5 മാർക്കിനാണ്. ഭരണഘടന, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന 8 മാർക്കിനാണ് ചോദ്യം വരുന്നത്. ഇനി കേരളവും ഭരണപരിഷ്കരണങ്ങളും ഭരണ സംവിധാനങ്ങളെയും കുറിച്ചൊരു ആ മേഖലയിൽ നിന്ന് 3 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇനി ജീവശാസ്ത്രം, പൊതുജനാരോഗ്യം, ബയോളജിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു 4 മാർക്കിന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഇനി അതുപോലെ തന്നെ ഭൗതിക ശാസ്ത്രം, ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു 3 മാർക്കിനും രസതന്ത്രം, കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട ഒരു 3 മാർക്കിനും ചോദ്യങ്ങൾ ചോദിക്കാം. ഇനി കലാ, കായികം, സാഹിത്യം, സംസ്കാരം, ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ഭാഗത്ത് 4 മാർക്കാണ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആനുകാലിക വിഷയങ്ങൾ അല്ലെ, കറണ്ട് അഫേഴ്സിന് 10 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് 10 മാർക്കോളം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ലഘുഗണിതം, മാത്സുമായിട്ട് ബന്ധപ്പെട്ട് 10 മാർക്കാണ് വരുന്നത്. ജനറൽ ഇംഗ്ലീഷ് 10 മാർക്കാണ്. മലയാളം അല്ലെ, പ്രാദേശിക ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട് 10 മാർക്കാണ് വരുന്നത്. സ്പെഷ്യൽ ടോപ്പിക്ക് 20 മാർക്കാണ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സിലബസ് പോകുന്നതും ഇതിന്റെ ഒരു സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷനും ഈ ഒരു തരത്തിലാണ്. ഈ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലാണ് ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇനി ആദ്യം ഏതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്? നമ്മുടെ നിർണായകമായിട്ടുള്ള ഒരു ഘടകമാണ്. നിങ്ങൾ ആദ്യം പഠിച്ചു തുടങ്ങേണ്ടത് എവിടം തൊട്ടാണ്? നമ്മൾ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ഭാഗമാണ് നമ്മൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മാത്സ്, ജനറൽ ഇംഗ്ലീഷ്, മലയാളം ഇത് നിങ്ങൾക്ക് 3 കൂടി 30 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത് 3ഉം ആദ്യം സ്റ്റാർട്ട് ചെയ്തോളുക. കാരണം ഇവിടെ 30 മാർക്കാണ്. കാരണം മാത്സ്, മെന്റൽ എബിലിറ്റി എന്ന് പറയുന്ന ഭാഗത്ത്, ലഘുഗണിതം, മാനസിക ശേഷി എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾക്ക് 10 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ അവിടെയും 10 മാർക്ക്, പ്രാദേശിക ഭാഷ മലയാളത്തിലേക്ക് വരുമ്പോൾ അവിടെയും 10 മാർക്ക്, ടോട്ടൽ നിങ്ങൾക്ക് 30 മാർക്ക് സ്കോർ ചെയ്യാം. അപ്പൊ നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് ഈ 30 മാർക്കിൽ തന്നെയാണ്. പിന്നെ രണ്ടാമത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്ക് ഫോക്കസ് ചെയ്യാം. വേണമെങ്കിൽ ആദ്യം എന്താ നിങ്ങൾക്ക് തിരിച്ചും പഠിക്കാം കേട്ടോ. ആദ്യം സ്പെഷ്യൽ ടോപ്പിക്ക് ഫോക്കസ് ചെയ്തിട്ട് പിന്നെ 30 മാർക്കിലേക്ക്, കാരണം സ്പെഷ്യൽ ടോപ്പിക്ക് 20 മാർക്കിന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഏറ്റവും നിർണായകമായിട്ടാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം സ്പെഷ്യൽ ടോപ്പിക്ക് തൊട്ട് പഠിച്ചു തുടങ്ങാം. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം രണ്ടാമതായാലും ഫോക്കസ് കൊടുക്കുക. പ്രധാനപ്പെട്ട 2 ഘടകങ്ങളായിട്ട് ഇത് രണ്ടും നിങ്ങൾ ആദ്യം ഫോക്കസ് കൊടുക്കുക. സ്പെഷ്യൽ ടോപ്പിക്ക് ജോലിയുടെ സ്വഭാവത്തിനനുസരിച്ച് അതിന്റെ സിലബസിൽ മാറ്റമുണ്ട്. സ്പെഷ്യൽ ടോപ്പിക്കിലുള്ള സിലബസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അവിടെ 20 മാർക്കിനാണ് സ്പെഷ്യൽ ടോപ്പിക്ക് ചോദിക്കുന്നത്. ഇമ്പോർട്ടന്റ് കൊടുക്കുക. കാരണം ആദ്യം 30 മാർക്കിന് ഇമ്പോർട്ടന്റ് കൊടുത്തെങ്കിൽ രണ്ടാമത് 20 മാർക്കിന് നിങ്ങൾ ഇമ്പോർട്ടന്റ് കൊടുക്കുക. അല്ലെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്ക് ആദ്യം പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. അവിടെ 20 മാർക്കാണ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഇനി അടുത്ത് നമ്മുടെ കറണ്ട് അഫേഴ്സ് ഫോക്കസ് ചെയ്യുക. കാരണം കറണ്ട് അഫേഴ്സ് ആനുകാലികങ്ങൾ എത്രയാണ്? 10 മാർക്കിനാണ് കറണ്ട് അഫേഴ്സ് ചോദിക്കുന്നത്.
ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ രണ്ടാമത് നിങ്ങൾ ആനുകാലിക വിഷയങ്ങൾ കറണ്ട് അഫയേഴ്സിന് തന്നെ ഫോക്കസ് കൊടുക്കുക. രണ്ടാമത്തെ സ്ഥാനം എന്താണ്? അത് കഴിഞ്ഞ് ഈ സ്പെഷ്യൽ ടോപ്പിക്കും നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഇംഗ്ലീഷും മലയാളവും മാത്സും കഴിഞ്ഞ് നിങ്ങൾ കറണ്ട് അഫയേഴ്സിന് ഫോക്കസ് കൊടുക്കുക. അവിടെ 10 മാർക്കിനാണ്. നിങ്ങൾ മെയിൻ ആയിട്ട് 2025 കറണ്ട് അഫയേഴ്സ് ഫുൾ ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. 2025 കറണ്ട് അഫയേഴ്സ് ആയിരിക്കും മെയിൻ ആയിട്ട് നമ്മളോട് ചോദിക്കാൻ വരുന്നത്. ഒരു ഭൂരിഭാഗം ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ഒരു ഭൂരിഭാഗം ക്വസ്റ്റ്യൻസ് വരുന്നത് 2025 നിന്നായിരിക്കും. 2025 പഠിക്കുക. ഇതിനുശേഷം മാത്രം 2024 അതായത് 2024 അവസാന മന്ത് തൊട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു പോകുക. അവിടുന്ന് എന്താണ് ഒരു 2 or 3 മാർക്കിന് അവിടുന്ന് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കും. അതുകൊണ്ട് 2025 മാത്രം ചോദിക്കുമെന്നല്ല, 2024 ചോദിക്കാം. ഭൂരിഭാഗം കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും 2025 ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് 2025 മാക്സിമം നിങ്ങൾ പഠിക്കുക. അതായത് നിങ്ങൾക്ക് എക്സാം അടുക്കുന്നതിന്റെ ഒരു മാസം മുന്നേ വരെയുള്ള കറണ്ട് അഫയേഴ്സ് എങ്കിലും 2025 നിങ്ങൾ തീർത്തു പോകാൻ മാക്സിമം ശ്രമിക്കുക. അവിടെ 10 മാർക്കാണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനുള്ളത്. ഇനി നമ്മൾ അടുത്തതിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ഭരണഘടന 8 മാർക്ക് സ്കോർ ചെയ്യാനുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് ഫോക്കസ് ചെയ്യേണ്ടത് ഇന്ത്യൻ ഭരണഘടനയാണ്. പൊളിറ്റി എന്ന് പറയുന്ന ഭാഗം ഫോക്കസ് ചെയ്യുക. അവിടെ 8 മാർക്കിന് നിങ്ങളോട് ക്വസ്റ്റ്യൻ വരും. പിന്നീട് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ അടിസ്ഥാനത്തിൽ ചരിത്രം, അതുപോലെ തന്നെ ഭൂമിശാസ്ത്രം, മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ചു പോകുക. അപ്പൊ ആദ്യം നിങ്ങൾ ഏതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം? ഒന്നെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അല്ലെങ്കിൽ മാത്സ്, ജനറൽ ഇംഗ്ലീഷ്, മലയാളം, ഇത് 3 കാര്യങ്ങൾക്കും ഫോക്കസ് കൊടുക്കുക. അത് കഴിഞ്ഞ് കറണ്ട് അഫയേഴ്സിന് ഫോക്കസ് കൊടുക്കുക. അത് കഴിഞ്ഞ് പൊളിറ്റിക്ക്. പിന്നീട് നിങ്ങൾ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പഠിച്ചു തീർക്കാനും മാർക്ക് സ്കോർ ചെയ്യാനും എവിടെ സാധിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ബാക്കി കാര്യങ്ങൾ പഠിക്കുക എന്നതാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പിന്നെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്ന മേഖല ഞാൻ പറഞ്ഞു, ജോലിയുടെ സ്വഭാവത്തിനനുസരിച്ച് സ്പെഷ്യൽ ടോപ്പിക്കിൽ മാറ്റങ്ങൾ വരും അല്ലെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്. അപ്പൊ എന്താണ്? ഫോറസ്റ്റിനെ കുറിച്ചും വനങ്ങളെ കുറിച്ചും വൈൽഡ് ലൈഫ് സാങ്ച്വറീസിനെ കുറിച്ചും നാഷണൽ പാർക്കിനെ കുറിച്ചും ഒക്കെ ആയിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. വനങ്ങളെ കുറിച്ചും വന്യജീവികളെ കുറിച്ചും ഒക്കെ ആയിരിക്കും ഇവിടെ ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഫോറസ്റ്റിനെ കുറിച്ച് 6 മാർക്കിന് ചോദ്യം വരും. ഈ ഫോറസ്റ്റിന്റെ ഭാഗത്ത് എന്താണ്? കേരളത്തിലെയും ഇന്ത്യയിലും വനങ്ങളെ കുറിച്ച് ചോദിക്കും, അതിന്റെ പ്രത്യേകതകളെ കുറിച്ച് ചോദിക്കും, അതുപോലെ തന്നെ വെസ്റ്റേൺ ഗട്ട്സിനെ കുറിച്ച് ചോദിക്കും. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവന്റ്സിനെ കുറിച്ച്, അതായത് ഫോറസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇവന്റ്സിനെ കുറിച്ച്, ഡേറ്റിനെ കുറിച്ച്, അതിന്റെ ടീമിനെ കുറിച്ചൊക്കെ ഇവിടെ ചോദ്യം വരും. അതുപോലെ തന്നെ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഓർഗനൈസേഷനെ കുറിച്ചൊക്കെ, വനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടുമിക്ക കാര്യങ്ങളെയും കുറിച്ച് ഈ ഫോറസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് 6 മാർക്കിന് ചോദ്യം വരും. ഇമ്പോർട്ടന്റ് ആണ്. 6 മാർക്കിന് ചോദ്യം വരും. ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് പോകണം. ഇനി അടുത്തത് വൈൽഡ് ലൈഫിനെ കുറിച്ച് എന്താണ്? 7 മാർക്കിന് ചോദ്യം വരും അല്ലെ. ഇവിടെ നാഷണൽ പാർക്കുകളെ കുറിച്ച് ചോദിക്കാം, അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസിനെ കുറിച്ച് ചോദിക്കാം, കമ്മ്യൂണിറ്റി റിസർവ്, കൺസർവേഷൻ റിസർവിനെ കുറിച്ചൊക്കെ ഈ ഭാഗത്ത് നിങ്ങളോട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഇവിടെ 7 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. വൈൽഡ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ വന്യജീവികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഇവിടെ എത്ര മാർക്കിന്? 7 മാർക്കിന് നിങ്ങളോട് ചോദിക്കും. അടുത്തതാ കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. ഇവിടെ 5 മാർക്കിന്. ഇവിടെ വരുന്നത് ആക്ടുകളെ കുറിച്ചാണ് ചോദ്യം വരുന്നത്. അതായത് ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927 ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ടിനെ കുറിച്ച് ചോദിക്കുന്നു. അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിനെ കുറിച്ച് 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. അതുപോലെ തന്നെ കൺസർവേഷൻ ആക്ടിനെ കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ, ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്ടും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെയും കുറിച്ച് നമ്മളോട് ചോദിക്കാം. കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്, അവിടെ 5 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി അടുത്തത് തീർന്നിട്ടില്ല, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ 2 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരും. ഇനി ഈ 2 മാർക്ക് മിസ്സാക്കി കളഞ്ഞാലും 20 ഒരു 18 മാർക്കെങ്കിലും സ്കോർ ചെയ്യാനുള്ള കാര്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഫോറസ്റ്റിനെ കുറിച്ച് പഠിച്ചാലും വൈൽഡ് ലൈഫിനെ കുറിച്ച് പഠിച്ചാലും അതുപോലെ തന്നെ ഈ ആക്ടുകളെ കുറിച്ച് പഠിച്ചാലും ഇവിടെ എന്താണ്? 2 മാർക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മൊത്തം ഒരു 18 അല്ലെങ്കിൽ 17 മാർക്ക് സ്കോർ ചെയ്യാനുള്ളത് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ പർട്ടിക്കുലർ ആയിട്ട് എടുത്ത് പഠിച്ചിട്ടുണ്ട് ഏതൊക്കെ സെക്ഷൻ ആണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് ഇവിടെ പർട്ടിക്കുലർ ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ സെക്ഷൻസ് കൂടി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഏതെങ്കിലും 2 or 3 സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് 2 മാർക്കെങ്കിലും നിങ്ങളോട് ചോദിക്കാം. ഇവിടെ നോക്കിക്കേ, സെക്ഷൻ 43 ചോദിക്കാം, സെക്ഷൻ 43A, സെക്ഷൻ 65, സെക്ഷൻ 66, സെക്ഷൻ 66B, 66C, 66D, അതുപോലെ തന്നെ 66E, F, അതുപോലെ തന്നെ 67
67A, 67B, 72, 77B എന്നിവയാണ് സെക്ഷൻസ് കൊടുത്തിരിക്കുന്നത്. ഈ സെക്ഷൻസും കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്, മുഴുവൻ സെക്ഷൻസും പഠിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് 2 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. അപ്പൊ സ്പെഷ്യൽ ടോപ്പിക് എന്താണ്, ഒരു 18 അല്ലെങ്കിൽ 17 മാർക്ക് സ്കോർ ചെയ്യാൻ കുറഞ്ഞതാണ് കേട്ടോ, കുറഞ്ഞത് ഒരു 17 മാർക്ക് സ്കോർ ചെയ്യാൻ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, അവിടെ 30 മാർക്കാണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. കുറഞ്ഞത് ഒരു 28 അല്ലെങ്കിൽ 27 മാർക്കെങ്കിലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ പോട്ടെ 25 മാർക്കെങ്കിലും നിങ്ങൾ എന്താണ് അവിടെ സ്കോർ ചെയ്തിട്ടുണ്ടാകണം. പിന്നീട് കറണ്ട് അഫേഴ്സ്, ആ ഭാഗത്ത് 10 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കുറഞ്ഞത് എത്രയാണ്, കുറഞ്ഞത് ഒരു 8 മാർക്കെങ്കിലും കറണ്ട് അഫേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ സ്കോർ ചെയ്യണം. കറണ്ട് അഫേഴ്സിന്റെ ഭാഗത്ത് നിന്ന് സ്കോർ ചെയ്താൽ തന്നെ നല്ലൊരു മാർക്കിലേക്ക് നിങ്ങൾ എത്തും. ബാക്കിയുള്ള മാർക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകളൊക്കെ പഠിച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത്തരത്തിലാണ് നിങ്ങൾ പഠനം ആദ്യമേ തുടങ്ങേണ്ടത്. എവിടെയാണ് ആദ്യം പഠിച്ചു തുടങ്ങേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലായിരിക്കണം ആദ്യം നിങ്ങൾ ഫോക്കസ് ചെയ്ത് തുടങ്ങേണ്ടത്. ഇങ്ങനെ ഒരു പഠനത്തിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ വർഷത്തെ ഈ ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു റാങ്കിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കും എന്നത് തീർച്ച തന്നെയാണ്. അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ബാച്ചാണ് കാന്താര ബാച്ച്. നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ള നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ബാച്ചാണ് കാന്താര ബാച്ച് എന്ന് പറയുന്നത്. കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടി നിങ്ങൾ ഏതൊക്കെ ഏരിയ ആണ് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്, അതായത് ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നമുക്കറിയാം ഏതൊക്കെ ഭാഗത്തു നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ ജോലിയുടെ സ്വഭാവം അനുസരിച്ച് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏറ്റവും കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്, പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസിനെയും കൂടി അനലൈസ് ചെയ്തുകൊണ്ട് കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടി റെക്കോർഡും ലൈവ് ക്ലാസ്സുകളും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക്. അതുപോലെ തന്നെ കൃത്യമായ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാകും, കൃത്യമായ നോട്ടുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങളൊന്ന് ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് മെന്റർഷിപ്പ് സപ്പോർട്ടും ഉണ്ടാകും. നിങ്ങൾ എക്സാം ഹോളിലേക്ക് എത്തുന്നത് വരെ സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ഈ കാന്താര ബാച്ചിലൂടെ. അപ്പൊ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ ആയിട്ടുള്ള 8281223366 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കൃത്യമായ സ്റ്റഡി പ്ലാനോടുകൂടി നമുക്ക് പഠിക്കാം. ആവശ്യമായ കാര്യങ്ങളെ മാത്രം പഠിച്ചുകൊണ്ട് സിലബസിനുള്ളിൽ നിന്നുകൊണ്ട് അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സ് കാര്യങ്ങളെയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഹോട്ട് ടോപ്പിക്കുകളാണ്, ഹോട്ട് ടോപ്പിക്കുകളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് സ്പെഷ്യൽ ടോപ്പിക്കുകളിൽ ഏത് ഏരിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിക്കുന്നത്, ഏറ്റവും കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നീ മേഖലകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പഠിച്ചു മുന്നേറാം. ഈ വർഷം നിങ്ങൾ ഒരു ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡീസ് നിങ്ങളുടെ മുന്നിൽ വേണം. അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ബാച്ചാണ് കാന്താര ബാച്ച് എന്ന് പറയുന്നത്. സൂപ്പർ നോട്ട്സിന്റെ കാന്താര ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഇനിയും ജോയിൻ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 8281223366 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ ഇപ്പൊ തന്നെ എന്താണ് നിങ്ങൾ റാങ്കിലേക്ക് എത്തുന്നത് സ്വപ്നം കണ്ടുകൊള്ളൂ. അതുപോലെ തന്നെ എന്താണ് ഉഷാറായിട്ട് പഠിച്ചോളൂ. താങ്ക് യു ഓൾ.